ഇത് ശുദ്ധമായ വെളിച്ചെണ്ണ, ഇത് ശുദ്ധമായ നെയ്യ്, ഇത് നാടൻ റാഗിപ്പൊടി, നാടൻ കൂവപ്പൊടി, നാടൻ മുളക് പൊടി, ഇത് ശുദ്ധമായ തേൻ നെല്ലിക്ക, ഇത് ശുദ്ധമായ തേൻ വെളുത്തുള്ളി. ഈ കാണുന്ന മായമില്ലാത്ത ഏത് സാധനവും നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കൊറിയർ അയച്ചു തരുന്നതാണ്. നല്ല ആഹാരം നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തിക്കണം എന്ന ഒരു ചിന്താഗതിയാണ് എന്നെ ജോലി ഉപേക്ഷിക്കാനും കൃഷിയിലേക്ക് വരാനും കാരണമാക്കിയ ഒരു സംഭവമാണ്. നമ്മൾ ഈ കടയിൽ പലതരത്തിലുള്ള പച്ചക്കറി തൈകൾ, കർഷകർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി തൈകൾ, ഇത്രയും വലിയ തൈകൾ 3 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ കടയിൽ കെമിക്കൽ പരമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറുകളോ ഒരു പെസ്റ്റിസൈഡുകളോ നമ്മൾ വിൽക്കുന്നില്ല. ഇതെൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു വിയറ്റ്നാം സൂപ്പർ എയർലിയാണ്. ഇത് 4.5 വർഷം പ്രായമുള്ള ഒരു പ്ലാന്റാണ്. നിങ്ങളിതേ ഇതിനകത്ത് ചക്കകൾ എണ്ണാമെങ്കിൽ എണ്ണിക്കോ. ഇതിനകത്ത് എത്രമാത്രം ചക്ക ഞാൻ അടത്തിയെടുത്തതിന് ശേഷം എത്ര ചക്ക നിൽക്കുന്നു എന്നുള്ളത് നോക്കൂ. ഈ പ്ലാസ്റ്റിക്, ഇതിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക്കിനെ ഇളക്കി മാറ്റി തേനുള്ള അറ മാത്രം കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഈ തേനീച്ച കൃഷി സംവിധാനം കൊണ്ടുവരാൻ കഴിയും. ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങാറുണ്ട് ഞാൻ. ഇവിടുത്തെ വെളിച്ചെണ്ണയാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണയാണ്. ബ്രൊക്കോളിയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത്രയും ക്വാളിറ്റിയിൽ ബ്രൊക്കോളി നമ്മുടെ നാട്ടിൽ ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന്. ബ്രൊക്കോളി മാത്രമല്ല, ക്യാബേജ്, കോളിഫ്ലവർ, തണ്ണിമത്തൻ, പാവയ്ക്ക എന്നിവയാണ് ഈ പുരയിടത്തിൽ അല്ലെങ്കിൽ ഈ ലാൻഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഏകദേശം 20ഓളം പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ദീപൻ വേണു. ഞാൻ കൊല്ലം കുണ്ട്ര പെരുമ്പുഴ സ്വദേശിയാണ്. ഈ നിങ്ങളുടെ ബാക്കിൽ കാണുന്ന പുനർജനി എക്കോ ഷോപ്പിൻ്റെ കൺവീനറാണ് ഞാൻ. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ 13 വർഷം പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നിട്ട് പൂർണ്ണമായിട്ടും ജൈവ കൃഷിയുടെ ആധികാരികത മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജൈവ കൃഷിയുടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ സ്വയം ആദ്യം കൃഷി ചെയ്തു പഠിച്ചു. അതിനുശേഷം യൂണിവേഴ്സിറ്റിയിൽ തലത്തിൽ വരെ, അതായത് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. മണ്ണുത്തി കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് വൃക്ഷായുർവേദം പ്രാക്ടീസ് ചെയ്യുന്നു. അത് മാത്രവുമല്ല, ഞാൻ കൊല്ലം ജില്ലയിലെ മികച്ച ജൈവ കർഷകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കൊല്ലം ജില്ലാ അവാർഡ് ജേതാവും, അതുപോലെ തന്നെ 2023-24 അക്ഷയശ്രീ അവാർഡ്, മികച്ച ജൈവ കർഷകനുള്ള കൊല്ലം ജില്ലയുടെ അക്ഷയശ്രീ അവാർഡും എനിക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് കാരണമായത് നല്ല ആഹാരം നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തിക്കണം എന്ന ഒരു ചിന്താഗതിയാണ് എന്നെ ജോലി ഉപേക്ഷിക്കാനും കൃഷിയിലേക്ക് വരാനും കാരണമാക്കിയ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു കാരണമായി തീർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളും തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു പ്രവൃത്തി ആയിരിക്കണം എന്ന തീരുമാനത്തിലാണ് ഈ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ പ്രോഡക്റ്റുകളും മറ്റുള്ള കർഷകരുടെ പ്രോഡക്റ്റുകളും നമ്മൾ കളക്ട് ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് അവലംബിച്ചത്. നമ്മൾ ആദ്യം പച്ചക്കറിയും മറ്റ് സാധനങ്ങളും മാത്രമായിരുന്നു. അപ്പോൾ ഉള്ളൊരു പോരായ്മയെന്ന് പറഞ്ഞാൽ, നമ്മൾ പച്ചക്കറി മാത്രം നല്ല സാധനം കഴിച്ചതുകൊണ്ട് ആരോഗ്യം നിലനിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ മറ്റുള്ള പ്രോഡക്റ്റുകൾ, ലൈക്ക് നമ്മുടെ സ്പൈസസ്, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഫുഡ് പ്രോഡക്റ്റുകൾ, അതുകൂടി ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് ചിന്തിച്ചതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ പുനർജനി ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ഫുഡ് പ്രോഡക്റ്റുകൾ കൂടി, ഏറ്റവും ശുദ്ധമായ ഫുഡ് പ്രോഡക്റ്റുകൾ കൂടി നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുവാനായിട്ടും ഞങ്ങൾ മുന്നിട്ടിറങ്ങി. നമ്മളുടെ ഒരു നല്ല കർഷക കൂട്ടായ്മയുടെ, അല്ലെങ്കിൽ ഒരു കർഷകരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തിക്കാൻ കഴിഞ്ഞു. അവരിൽ നിന്നെല്ലാം നല്ല പ്രതികരണമാണ് ഉണ്ടാവുന്നതും അതിൽ ഞാൻ പൂർണ്ണമായിട്ടും, ഇപ്പോൾ എൻ്റെ ജോലി ഉപേക്ഷിച്ചതിൽ ഞാൻ പൂർണ്ണമായിട്ടും അതുകൊണ്ട് സന്തോഷവാനുമാണ്. ഇതേ കണ്ടില്ലേ, ഇതെല്ലാം നമ്മുടെ ഓർഗാനിക് പ്രോഡക്റ്റാണ്. നമസ്കാരം, എൻ്റെ പേര് ദീപ. ഞാൻ പുനർജനി എക്കോ ഷോപ്പിലെ അംഗമാണ്. പുനർജനി എന്ന് പറയുന്നത് തീർത്തും നമ്മളൊരു കുടുംബം,
കുടുംബം മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുവന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതാണ്, മായം കലരുന്ന വിഭവങ്ങളാണ് നമ്മുടെ മുന്നിലേക്കുന്നത്. തീർത്തും ഇപ്പം ഞാൻ എന്താണ് എൻ്റെ വീട്ടിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആഹാരം അത് നിങ്ങളിലേക്ക് എത്തുക, പൂർണ്ണമായിട്ടും ഓർഗാനിക് എന്ന രീതിയിൽ തീർത്തും വാഷ് ചെയ്ത് ക്ലീനാക്കി വൃത്തിയാക്കി എന്താണ് ഞാൻ എൻ്റെ വീട്ടിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും ജനങ്ങളിലേക്ക് എത്തുക എന്നൊരു പൂർണ്ണ ഉദ്ദേശത്തോടു കൂടിയാണ് പുനർജനി എന്ന സംരംഭം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പുനർജനി എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നാണ്. ആദ്യമായി ഏത്തയ്ക്ക അല്ലെങ്കിൽ ഏത്തയ്ക്കപ്പൊടി കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന തീർത്തും ഓർഗാനിക് ആയിട്ടുള്ള. എന്നിട്ട് ചോദിക്കുക എന്താണ് നിങ്ങൾ ഓർഗാനിക് എന്ന് ഉദ്ദേശിക്കുന്നത്? ഓർഗാനിക് എന്ന് പറയുന്നത് നമ്മൾ തന്നെ കൃഷി ചെയ്തെടുത്ത ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ഏത്തയ്ക്ക നന്നേ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അത് നന്നേ ഉണക്കിയ ശേഷം പൊടിച്ച് നമ്മൾ പാക്കറ്റ് രൂപത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർത്തും ഓർഗാനിക്കാണ്. ഇതുമ്പോൾ അന്നേരം ചോദിക്കുക എന്താണ് നിങ്ങൾ ഏത്തയ്ക്ക പൊടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുഞ്ഞുങ്ങൾക്കൊരു ഹെൽത്തി ഫുഡ്. ഇതേ കണ്ടില്ല, ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞ നാടൻ ഏത്തയ്ക്ക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ആരും കുഞ്ഞുങ്ങളെ മാത്രമല്ല മുതിർന്നവരെ അല്ലെങ്കിൽ പ്രായം ചെന്നവരെ ഉദ്ദേശിച്ച് വീണ്ടും വിപണിയിലേക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രായം ചെന്നവർക്കായിട്ടുള്ളത് ഏത്തയ്ക്ക. ഇതും തീർത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓർഗാനിക്കായിട്ട്, അതായത് നമ്മൾ തന്നെ കൃഷി ചെയ്തെടുത്ത വാഴയിൽ നിന്ന് തികച്ചും ഓർഗാനിക് വളങ്ങൾ അല്ലെങ്കിൽ ജൈവ വളങ്ങൾ ഇട്ട വാഴക്കൊലിൽ നിന്നെടുത്ത് തൊലിയോടുകൂടിയ അരിഞ്ഞുണക്കിയെടുത്ത പ്രോഡക്റ്റാണിത്. പ്രായം ചെന്നവർക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശിച്ചിറക്കിയ ഒരു പ്രോഡക്റ്റാണിത്. വീണ്ടും കുഞ്ഞുങ്ങളിലേക്ക് മാത്രം നമ്മൾ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തന്നെയല്ല മുതിർന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിപണിയിലേക്ക് എത്തിച്ചതാണ് നല്ല ഒന്നാം തരം കൂവപ്പൊടി. തീർത്തും ഫൈബറിൻ്റെ റിച്ച്, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കുടൽ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒന്നാമതല്ല അത്യുത്തമം എന്ന് പറയാം. കൂവപ്പൊടി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കുടൽ സംബന്ധമായ അസുഖങ്ങൾ വരുന്ന സമയത്ത് പാൽ ഉപയോഗിക്കാതെ പച്ചവെള്ളത്തിനകത്ത് പനങ്കൽക്കണ്ട്, അന്നേരം ശരിക്കും എന്തിനാ പനങ്കൽക്കണ്ടിടുന്നതെന്ന്, കഫം വരാതിരിക്കാനാണ് പനങ്കൽക്കണ്ടിടുന്നത്. പനങ്കൽക്കണ്ടിട്ട് കുറുക്കിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ വയറിളക്കം പോലെ അല്ലെങ്കിൽ ലൂസ് മോഷൻ പോലുള്ള അത്യാവശ്യ അസുഖങ്ങളൊക്കെ മാറിയിരിക്കും. കുടൽ സംബന്ധമായ അസുഖങ്ങൾക്കും പൂർണ്ണമായിട്ടൊരു ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പാല് ഉൾപ്പെടെ ചേർത്തും, അതായത് ഇത്ര അസുഖങ്ങൾ വരുമ്പോഴാണ് പാൽ ചേർക്കാത്തത്, അല്ലാത്ത സമയത്ത് പാൽ ഉൾപ്പെടെ ചേർത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം എന്ന് പറയാം കൂവപ്പൊടി. റാഗിപ്പൊടി ഞങ്ങൾക്ക് പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഞങ്ങൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. സാധാ റാഗി പൊടിച്ചെടുത്തത്, രണ്ടാമത്തത് റാഗി പുട്ടുപൊടിയുടെ രൂപത്തിൽ, മൂന്നാമത്തത് കുരിപ്പിച്ചെടുത്ത രീതി, കുരിപ്പിച്ച് ഉണക്കി പൊടിപ്പിച്ച രീതി. ഇതെല്ലാം തീർത്തും ഞങ്ങൾ വാഷ് ചെയ്ത് A1 ക്വാളിറ്റി എന്ന് തന്നെ പറയാം, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് ക്വാളിറ്റി എടുത്ത് തന്നെ കഴുകി ഉണക്കി നന്നേ പൊടിച്ച് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്താണ് റാഗി എന്ന് ചോദിച്ചാൽ അയൺ കണ്ടന്റ് കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് റാഗി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് അവർക്കെല്ലാം ഒന്നാം തരം ഒരു സാധനം എന്ന് തന്നെ പറയാം റാഗി. റാഗി കഴിക്കുമ്പോൾ സാധാരണ രീതിയിൽ എന്താ ഗുണമെന്ന് ഇപ്പോൾ പ്രമേഹ രോഗികൾ നമ്മൾ ഉദ്ദേശിച്ചാൽ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ നിറഞ്ഞെന്നൊരു ഫീലിംഗ് നമുക്ക് വരും. അതാണ് കൂടുതൽ ആഹാരത്തിലോട്ട് കടക്കത്തില്ല, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മളത് നിർത്തും. മില്ലറ്റിനകത്ത് വരുന്ന ഒരു അല്ലെങ്കിൽ 107 തരം മില്ലറ്റുകളിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് റാഗിയാണ്. ഇതിന് എല്ലാം ഒന്നിനൊന്നിന് മെച്ചം വന്നാലും ഏറ്റവും നമ്മുടെ ഷോപ്പിനെ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത്, ഒന്നും മോശമെന്നല്ല പറയുന്നത്, ഏറ്റവും ഹൈലൈറ്റ് ചെയ്തെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി തന്നെയാണ്. അന്നേരം ചോദിക്കുക എന്താണ് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇത്ര ഹൈലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് സാധാ കർഷകർ അല്ലെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്ത മഞ്ഞൾ തന്നെ സെലക്ട് ചെയ്ത്, എല്ലാം വാരിയിട്ടൊന്നും ചെയ്തൊന്നുമില്ല, നന്നേ സെലക്ട് ചെയ്തിട്ട് അവ നന്നേ വാഷ് ചെയ്ത് തട്ടിട്ട്, അതാണ് പ്രധാനമായി ഞങ്ങൾ പറയുന്നത്. അതായത് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയ ശേഷം ചെറിയ രീതിയിൽ അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഉണക്കിയെടുത്ത് പൊടിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ്. അന്നേരം ചോദിക്കുക എന്താണ് നിങ്ങൾ ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുത്ത മഞ്ഞപ്പൊടി എന്ന് പറയുന്നത്? ആവിയിൽ പുഴുങ്ങിയെടുത്ത മഞ്ഞപ്പൊടിയിൽ കുർക്കുമിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. എന്തിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നത്? അതായത് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ്. അതായത് കുർക്കുമിനുള്ള എക്സ്ട്രാക്റ്റ് നമ്മുടെ ശരീരത്തിൽ വേണം, അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീർത്തും മഞ്ഞപ്പൊടി കഴിക്കുന്നത്. ഇതേപോലുള്ള കൃത്യമായ പ്രോസസ്സിങ് രീതിയിലൂടെ നിങ്ങളിലേക്ക് തീർത്തും മായം കലരാത്ത, അതായത് തീർത്തും ഓർഗാനിക് ആയിട്ടുള്ള വിഷം കലരാത്ത മഞ്ഞപ്പൊടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പുനർജനിയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായി കിട്ടുന്ന, ബാക്കിയൊന്നും ശുദ്ധമെന്നല്ല പറയുന്നത്, തീർത്തും ശുദ്ധമായി കിട്ടുന്ന ഒന്നാണ് നാടൻ തേന്. വൻതേനുമുണ്ട്, ചെറുതേനുമുണ്ട്,
തീർത്തും ഡബിൾ ബോയിലിംഗ് മെത്തേഡോടുകൂടി ഒരു അല്ലെങ്കിൽ ഒരു രാസവസ്തുക്കളോ പ്രിസർവേറ്റീവ്സോ ഇല്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പുനർജനിയുടെ സ്വന്തം തേൻ ഐറ്റംസ്. അതിനകത്ത് തേൻ മാത്രമല്ല, തേൻ പല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. തേൻ നെല്ലിക്ക, തേൻ കാന്താരി, തേൻ വെളുത്തുള്ളി, തേൻ ഏത്തയ്ക്കാപ്പഴം തേനിനകത്തിട്ടത്, അങ്ങനെ ഒരുപാട് 3-4-5 തരം വെറൈറ്റിയോടുകൂടി നിങ്ങളിലേക്ക് പുനർജനി തീർത്ത് എത്തിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ തീർത്ഥമായം എന്ന് പറയുന്ന പുനർജനിയുടെ സ്വന്തം വൻതേന്. ഇതാണ് തേൻ ഏത്തയ്ക്ക എന്ന് പറയുന്നത്. അതായത് തേൻ നല്ല ശുദ്ധമായ വൻതേനിനകത്ത് ഏത്തയ്ക്കാപ്പഴം വെയിലത്തിട്ട് അരിഞ്ഞ് ഉണക്കി തേനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് വൻതേനാണ്. വൻതേനകത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതേപോലെ തന്നെ തേൻ വെളുത്തുള്ളി, തേൻ കാന്താരി എല്ലാ ഐറ്റംസും ഉണ്ട്. 100% വിശ്വസിച്ച് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് തീർത്തും വാങ്ങിക്കുക എന്നാണ് പുനർജനി ഉറപ്പ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ തേൻ നെല്ലിക്ക. എന്താണ് തേൻ നെല്ലിക്ക? അപ്പം നമ്മൾ പല ഷോപ്പിൽ നിന്ന് നമുക്ക് തേൻ നെല്ലിക്ക വാങ്ങിക്കാറുണ്ട്. തീർത്തും അന്നേരം ഞാനും കഴിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ അന്ന് വിചാരിച്ചിരുന്നത് ഇത്രയും മധുരമാണോ തേൻ നെല്ലിക്കയ്ക്ക് അന്ന്. പക്ഷേ ഞാൻ അറിയുന്നില്ല, തീർത്തും അതൊരു മായം കലർന്ന ഒരു നെല്ലിക്ക നമുക്കത് കടിക്കുമ്പോൾ ഭയങ്കര മധുരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളിത് പ്രോസസ്സ് ചെയ്യുന്നപ്പോഴാണ് കൃത്യമായിട്ട് എന്താണ് തേൻ നെല്ലിക്ക എന്നറിയുന്നത്. കാരണം ഇത്ര ദിവസം കഴിഞ്ഞാൽ അതൊരു കഷായത്തിൻ്റെ ഒരു ടേസ്റ്റിലോട്ടാണ് പറഞ്ഞത്. ഒരിക്കലും കഠിനമായ അതിമധുരമൊന്നുമല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കഷായത്തിൻ്റെ ടേസ്റ്റാണ് കിട്ടുന്നത്. രണ്ടാമത്തെ വെച്ചാൽ ഇതാണ് ഒറിജിനൽ തേൻ നെല്ലിക്ക എന്ന് പറയുന്നത്. മറ്റേതൊക്കെ എന്ന് പറയുന്നത് തീർത്തും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മായം കലർന്ന തേൻ നെല്ലിക്ക. ആ കാര്യത്തിൽ ഞാൻ തീർത്തും നിങ്ങൾക്ക് ഉറപ്പ് പറയാവുന്നതാണ്. എന്താണ് അന്നേരം തേനിനകത്ത് നെല്ലിക്ക ഇടുമ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ സി, അതിനുപരി നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാണ്. തേനായാലും നെല്ലിക്ക ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് തീർത്തും. നാടൻ വെളിച്ചെണ്ണ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിഷമായിട്ട് അല്ലെങ്കിൽ പലതരം പ്രിസർവേറ്റീവ്സ് ചേർത്ത് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നാടൻ തേങ്ങയുടെ, ഒരിക്കലും പാണ്ടിത്തേങ്ങയല്ല, തീർത്തും നാടൻ തേങ്ങയുടെ തേങ്ങ സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ വെക്കുന്നത് അതേപോലെ തേങ്ങകളാണ്. നാടൻ തേങ്ങ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി വലുതായിട്ട് ചൂടാവാത്ത രീതിയിൽ തന്നെ ആട്ടിയെടുക്കുന്ന മെത്തേഡാണ്. അത് കാരണം വലിയ സൾഫറിൻ്റെ കണ്ടൻറ്റോ മറ്റു ഘടകങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മുടെ ഷോപ്പിൽ നന്നേ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് നാടൻ വെളിച്ചെണ്ണ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലോക്കൽ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്നതെന്ന് പറയുന്നത് ഇത്തരം വെളിച്ചെണ്ണകൾ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിഷമായിട്ട് കിട്ടുന്ന ഒന്നാണ് സത്യത്തിൽ മുളകെന്ന് പറയുന്നത്. അന്നേരം ആ മുളകിനെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതിൽ നിന്ന് വെച്ച് കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പം ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മുളക് മാത്രം സെലക്ട് ചെയ്തിട്ട് അവയുടെ തണ്ട് കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ മുളക് പൊടിയിലേക്ക് പറയുന്നത്. മുളക് പൊടി എന്ന് പറയുന്നത് സാധാരണ പിരിയം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 2 തരം മുളക് പൊടി നമ്മൾ മാർക്കറ്റ് വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ശേഷം മല്ലിപ്പൊടിയുണ്ട്. അതേപോലെ തന്നെയാണ് മല്ലിപ്പൊടി നമ്മൾ പറയുന്നത്. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന നല്ല A1 ക്വാളിറ്റി മല്ലി സെലക്ട് ചെയ്തിട്ട് കഴുകി ഉണക്കി പൊടിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, ഗരം മസാല എന്നൊക്കെ പറയുന്നത് നല്ല സൂപ്പറാണ്. കാര്യം 1-ാം തരം ഷെഫുകളുടെ അവരുടെ ഒരു നിർദ്ദേശപ്രകാരം എന്ന് തന്നെ പറയാം. നല്ലൊരു ഷെഫിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ സെലക്ട് ചെയ്ത് തൂക്കി മേടിച്ച് പൊടിപ്പിച്ചെടുക്കുന്നതാണ് ഗരം മസാല. അതുപോലെ തന്നെ കുരുമുളക് പൊടി, കൊടംപുളി എന്ന് പറയുന്നത് നമ്മുടെ കർഷകരിൽ നിന്ന് തന്നെ, നമുക്ക് വിശ്വസനീയമാവുന്ന കർഷകരിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് അവർ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് കൊടംപുളി എന്ന് പറയുന്നത്. വാളംപുളി ഉണ്ടായിരുന്നു, നിലവിൽ സ്റ്റോക്ക് തീർന്നോട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. വാളംപുളി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തരം. അതേ കർഷകരുടെ കയ്യിൽ നിന്ന് തന്നെ തീർത്തും നല്ല പശുവിൻ നെയ്യ് കളക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഷോപ്പിൽ ഏറ്റവും നന്നായി പോകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നല്ല നാടൻ നെയ്യാണ്. അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പൂർണ്ണ വിശ്വസനീയമായ രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ തീർത്തും നമ്മൾ മൊത്തത്തിൽ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നതും അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഏകദേശം 20ഓളം പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ തീർത്തും ജൈവപരമായ അല്ലെങ്കിൽ തീർത്തും ഓർഗാനിക്കുള്ള പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കഴുകി ഉണക്കി പൊടിക്കാതെ നമ്മൾ ഉപയോഗിക്കുകയില്ല, തീർത്തും അങ്ങനെ ഉപയോഗിക്കത്തില്ല. അത്തരം സാധനങ്ങൾ അതേപോലെ തന്നെ എൻ്റെ ഒരു കുടുംബം എന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന തീർത്തും ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് പുനർജനി ഓരോ സാധനവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഈ കടയിൽ പല തരത്തിലുള്ള പച്ചക്കറി തൈകൾ, കർഷകർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി തൈകൾ, ഇത്രയും വലിയ തൈകൾ 3 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.
ഇത് മാത്രമല്ല, ചുമ്മാ ഒരു കടയിൽ പച്ചക്കറി തൈ കൊടുക്കുന്നത് പോലെ അല്ല നമ്മൾ കൊടുക്കുന്നത്. ഓരോ തൈയുടെയും വെറൈറ്റികൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് കർഷകർക്ക് കൊടുക്കുന്നത്. ഈ തൈകളുടെ എല്ലാ സാമ്പിളുകൾ നമ്മളിവിടെ ചെയ്ത് നോക്കി വിജയിച്ചതിന് ശേഷം മാത്രമേ ഇതൊരു കർഷകർക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഓരോ ഇനങ്ങളും മനസ്സിലാക്കി അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അത് എത്രമാത്രം ഉൽപ്പാദനം നമ്മുടെ നാട്ടിൽ തരുമെന്ന് മനസ്സിലാക്കിച്ചിട്ട് കർഷകരിലേക്ക് കൊടുക്കുമ്പോൾ കൊണ്ടുപോകുന്നവർക്ക് തന്നെ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന രീതിയിൽ 3 രൂപയ്ക്ക് എല്ലാ പച്ചക്കറി തൈകളും ഈ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അടിവളം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു കീടബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെ ഉണ്ടാവുന്നതിന് മുമ്പേ എങ്ങനെയാണ് നോക്കേണ്ടത്, ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിച്ചെടുക്കുക, ഉൽപ്പാദനം കൂട്ടിയെടുക്കാൻ വേണ്ടി എങ്ങനെയാണ് വളപ്രയോഗം ചെയ്യേണ്ട രീതികൾ, ഇത് പൂർണ്ണമായിട്ടും ഓർഗാനിക്കലി കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും. നമ്മൾ ഒരിക്കലും രാസവളത്തെയോ രാസകീടനാശിനികളെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ജൈവിക രീതിയിൽ കൃത്യമായ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിച്ച് കർഷകരെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് പുനർജനി അവലംബിക്കുന്നത്. ഇത് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇപ്പോൾ നമ്മളുടെ എല്ലാം കേരളത്തിലെ വലിയൊരു പ്രശ്നമാണ് കൂടുതൽ ഏരിയ കൃഷിക്കായിട്ട് ഇല്ല എന്നുള്ളത്. അവർക്കായിട്ട് നമ്മൾ സംവിധാനം ചെയ്ത ഒരു സിസ്റ്റമാണിത്. ഇത് ഡ്രമ്മിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ടിനെ എങ്ങനെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാമെന്നുള്ളൊരു മെത്തേഡ് ആണ്, ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണിത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡ്രമ്മ് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് 4 8mm കമ്പിയിട്ട് വെൽഡ് ചെയ്ത് അതിനകത്തേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ വെൽഡിങ്ങിൻ്റെ പോർഷൻ ഇവിടം വരെ കമ്പിയെ കൊണ്ടുവന്ന് അതിനകത്ത് കോൺക്രീറ്റ് ഇറക്കി ഇതിനെ ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ഉറപ്പിച്ചതിനകത്തേക്ക് PVC കണക്ട് ചെയ്തിട്ട് അതിലൊരു ഫ്രെയിം ഉണ്ടാക്കി ഇതേപോലെ ടയറിൽ കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. ഇത് ഈസി ആയിട്ട് ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ചെറിയൊരു വീട്ടുകാർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഐഡിയ കൂടിയാണിത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ ചെയ്തെടുക്കേണ്ടത്. ഇതൊരു കാരണവശാലും ബ്രാഞ്ചുകൾ മുകളിലാവുന്നത് വരെ അനുവദിക്കരുത്. ബ്രാഞ്ചുകളില്ലാതെ ഒറ്റ ശാഖയായിട്ട് മുകളിൽ കൊണ്ടുവന്ന് ഇതേപോലെ ഇതിനെ പടർത്തിയെടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉൽപ്പാദനം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് നമ്മുടെ ഷോപ്പിൽ വിൽപ്പനയ്ക്കായിട്ട് അവൈലബിൾ ആണ്. ഇത് ആവശ്യക്കാർക്ക് കൊല്ലം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതുമാണ്. മറ്റുള്ള എന്ത് കാർഷികതരമായ സംശയങ്ങൾക്കും അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതുമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കുമുള്ള നിവാരണവും അതിനുള്ള പരിഹാര മാർഗങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മറ്റൊരു കൃഷി രീതിയാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്തേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തെടുത്ത് അതിനെ പടർത്തിയെടുക്കുന്ന ഒരു രീതിയാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പോസ്റ്റുകൾക്ക് ഇടയിലുള്ള ഭാഗത്തെ കൂടി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഹൈ ഡെൻസിറ്റിയിൽ റെയിലിംഗ് സിസ്റ്റത്തിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൽപ്പാദനം വളരെ കൂടുതലായിരിക്കും. ഈ ഒരു സ്പേസ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനായിട്ട് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ഏരിയയിൽ കൂടുതൽ എണ്ണത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഹൈ ഡെൻസിറ്റി രീതിയിലുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല എല്ലാത്തരം പച്ചക്കറികളും നമ്മളിവിടെ ചെയ്ത് നോക്കി ആൾക്കാർക്ക് ആ കൃഷി രീതികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയും നമ്മൾ അവലംബിക്കുന്നുണ്ട്. ജൈവികമായ രീതിയിൽ ഇത്രയും ക്വാളിറ്റിയോടുകൂടി നിങ്ങൾക്ക് കാണാം. ഇത് ബ്രൊക്കോളിയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത്രയും ക്വാളിറ്റിയിൽ ബ്രൊക്കോളി നമ്മുടെ നാട്ടിൽ ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന്. ബ്രൊക്കോളി മാത്രമല്ല, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, തണ്ണിമത്തൻ, പാവയ്ക്ക എന്നിവയാണ് ഈ പുരയിടത്തിൽ അല്ലെങ്കിൽ ഈ ലാൻഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയുള്ള കൃഷി രീതികളാണ് നമ്മൾ പൊതുജനങ്ങളിലേക്ക് അല്ലെ കർഷകരിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നതെന്ന്. ഇപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ കടയിൽ കർഷകർക്കായിട്ട് എന്തൊക്കെ പ്രോഡക്റ്റുകളുണ്ട് എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയാം, ഈ കടയിൽ കെമിക്കൽ പരമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറുകളോ ഒരു പെസ്റ്റിസൈഡുകളോ നമ്മൾ വിൽക്കുന്നില്ല. നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസറുകൾ വിൽക്കുവാനുള്ള ലൈസൻസ് ഉണ്ടായിട്ട് പോലും അത് വിൽക്കാത്തതിൻ്റെ പ്രധാന കാരണം അത് നമ്മളുടെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. അത് കർഷകരിലേക്ക് എത്തിക്കുവാൻ താല്പര്യപ്പെടുന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കർഷകർക്ക് എങ്ങനെ ഏറ്റവും ശുദ്ധമായ ആഹാരം
ജൈവികമായി സിമ്പിളായി എന്ന് പറഞ്ഞാൽ കൂടുതൽ അധ്വാനമില്ലാതെ എങ്ങനെ ചെയ്യാമെന്ന ചിന്താഗതിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരുപാട് സ്റ്റഡികൾ നടത്തിയതിന് ശേഷം ഇത്തരത്തിൽ ഉള്ള പ്രോഡക്റ്റുകളിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. ഇത് എന്ന് പറയുമ്പോൾ പല പ്രോഡക്റ്റുകളും നമുക്ക് ജൈവം എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിനെല്ലാം ഒരിക്കലും ഒരു ജൈവ സർട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് സാധാരണ കർഷകരെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഇത് പൂർണ്ണമായിട്ടും ജൈവിക സർട്ടിഫിക്കേഷനോട് കൂടിയ പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ജൈവിക സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജൈവമാണ് എന്ന് ഒരു കർഷകർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഉള്ള പ്രോഡക്റ്റുകൾ മാത്രം വെച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് ഓർഗാനിക് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എനിക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷനുള്ള ഒരു കർഷകൻ കൂടിയാണ് ഞാൻ. ഈ പ്രോഡക്റ്റുകൾ എൻ്റെ കൃഷിയിൽ പൂർണ്ണമായിട്ടും ഞാൻ ഉപയോഗിക്കുന്നു. ഇത് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് മാത്രമാണ് നിങ്ങളെ കാണിച്ചത്. ഇവിടെ എല്ലാം അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ ഏറ്റവും മികച്ച ഒരു സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏതൊരു കർഷകർക്കും ഏറ്റവും സേഫായി അല്ലെങ്കിൽ ഏറ്റവും ദോഷരഹിതമായി കൃഷി ചെയ്ത് ശുദ്ധമായ ആഹാരം കഴിക്കണമെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മികച്ച പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഇന്ന് കിട്ടാവുന്നതിൽ നമ്പർ 1 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകളാണ്. ഇത് നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പുമായിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കൊടുക്കുന്ന എൻ്റെ നമ്പറുമായിട്ടോ ബന്ധപ്പെട്ടാൽ അതെങ്ങനെയാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഇത് ചുമ്മാതൊരു പരസ്യം മാത്രമല്ല. ഇതെൻ്റെ കൃഷിയിൽ ഞാൻ ഉപയോഗിച്ച് നോക്കി പരീക്ഷിച്ച് വിജയിച്ച അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആധികാരികമായി പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഒരു റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് നാനോ ഫോമിലായതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഡോസിൽ കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റിനും കഴിയും എന്നുള്ളതാണ് സത്യം. നമ്മുടെ സാധാരണ കർഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ സാധാരണ കൃഷിക്ക് ഉപയോഗിക്കുന്നത് സോളിഡ് ഫെർട്ടിലൈസറുകളാണ്, ചാക്ക് വളങ്ങൾ എന്ന് പറയും. ഈ ചാക്ക് വളങ്ങളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷി ലാഭകരമായി ചെയ്തെടുക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം ഇത്രയും ലേബർ ചാർജാണ്. ലേബർ ചാർജ് കൂട്ടുന്നതിനുള്ള പ്രധാന കാരണം ചാക്ക് വളങ്ങൾ നമ്മൾ ഒരു ഷോപ്പിൽ നിന്നെടുത്ത് നമ്മളുടെ കൃഷിയിടത്തിൽ കൊണ്ടുപോയി അതിനെ ലേബറിനെ നിർത്തി അത് നമ്മുടെ കൃഷിയിടത്തിൽ ഇറക്കി അത് ആ കൃഷിയിടത്തിൽ ഇറക്കിയ വളം ചെടി വലിച്ചെടുത്ത് ഒരു റിസൾട്ട് തരുമ്പോഴത്തേന് ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവാണ്. ഈ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാത്തിടത്തോളം കാലം ഒരു കൃഷി സക്സസ് ആവില്ല. നിങ്ങൾ ഇന്ന് അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വളമാണ് പൊട്ടാഷ് എന്ന് പറയുന്ന 50 ഗ്രാമിൻ്റെ ഈ പാക്കറ്റ്. ഇത് വെറും 50 ഗ്രാമാണ്. ഈ 50 ഗ്രാം വളം 1 ഏക്കറിലേക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 8 ചാക്കിൻ്റെ പ്രയോജനം ഈ 50 ഗ്രാം കൊണ്ട് നമ്മുടെ മണ്ണിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന വസ്തുത എല്ലാ കർഷകരും മനസ്സിലാക്കണം. നമ്മളിപ്പോഴും ചാണകപ്പൊടിയുടെയും നമ്മളിപ്പോഴും എല്ലുപൊടിയുടെയും നമ്മളിപ്പോഴും പലതരത്തിലുള്ള സോളിഡ് ഫെർട്ടിലൈസറിൻ്റെയും പുറകെ നടന്ന് നമ്മളുടെ സമയവും നമ്മളുടെ എഫേർട്ടും നമ്മുടെ പൈസയും കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആധുനിക ടെക്നോളജി കൂടി നമ്മളുടെ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഒരു കർഷകൻ നിലനിൽക്കുകയുള്ളൂ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു കൃഷി ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ടെക്നോളജി വളർന്നു എന്ന് സ്വയം മനസ്സിലാക്കി ടെക്നോളജിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കൃഷി രീതിയിലേക്ക് മാറുമ്പോൾ മാത്രമേ ഏതൊരു കർഷകനും രക്ഷപ്പെടുകയുള്ളൂ. ഈ കാണുന്നതെല്ലാം അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ്. ഇനിയിപ്പം ഞാൻ പരിചയപ്പെടുത്തിയ നാനോ ഫെർട്ടിലൈസർ വേണ്ട, നമുക്ക് സോളിഡായിട്ടുള്ള ഫെർട്ടിലൈസർ മതി എന്ന് പറയുന്നവർക്ക് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൊട്ടാഷിൻ്റെ ചാക്ക് വളങ്ങളാണ്. അതും ഓർഗാനിക് പൊട്ടാഷാണ്. ഈ പൊട്ടാഷ് പോലും ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. സാധാരണ കിട്ടുന്ന ഓർഗാനിക് പൊട്ടാഷ് മുളാസിസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശർക്കര ലായനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പൊട്ടാഷാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. പക്ഷേ ഈ പൊട്ടാഷ് എന്ന് പറയുന്നത് റോഡോഫൈറ്റ്സ് എന്ന് പറയുന്ന ചുമന്ന കടൽപ്പായലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പൊട്ടാഷാണ്. ഈ പൊട്ടാഷ് ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ഒരു ഫെർട്ടിലൈസറാണ്. നമ്മളുടെ കേരളത്തിലെ മണ്ണിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം വളരെ കുറവുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും
കർഷകർ ഉപയോഗിക്കേണ്ട ഒരു ബേസിക് ഫെർട്ടിലൈസറാണ് ഈ പൊട്ടാഷ് അതും ഓർഗാനിക് ഫോമിൽ അവൈലബിൾ ആണ്. ഈ ചാക്ക് വളത്തിൻ്റെ മികച്ച സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് ഷോപ്പുമായിട്ട് ബന്ധപ്പെടാം. ഒരു പ്രോഡക്റ്റൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതെല്ലാ കർഷകരും തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ആദ്യം തന്നെ പറയാം. നമ്മൾ സാധാരണ സോളിഡ് ഫെർട്ടിലൈസർ മണ്ണിലേക്ക് കൊടുക്കും. എക്സാമ്പിൾ ചാണകപ്പൊടി എന്ന് തന്നെ ആയിക്കോട്ടെ. ഈ ചാണകപ്പൊടി മണ്ണിലേക്ക് കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്നത് നൈട്രജൻ എന്ന് പറയുന്ന വളം കിട്ടും, അല്ലെങ്കിൽ അതിൽ നിന്ന് ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൂലക ലഭ്യത ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ പല സാഹചര്യത്തിലും നമ്മൾ ഫെർട്ടിലൈസറുകൾ കൊടുക്കുമ്പോൾ അത് നൈട്രജൻ ആയിക്കോട്ടെ, ഫോസ്ഫറസ് ആയിക്കോട്ടെ, പൊട്ടാസ്യം ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള വളങ്ങൾ കൊടുത്തു കഴിയുമ്പോഴും മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ചെടിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉൽപ്പാദനക്ഷമത ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രധാന കാരണം മണ്ണിൻ്റെ pH ആണ്. ഈ മണ്ണിൻ്റെ pHനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കുമ്മായ വസ്തുക്കളാണ്. അത് ഡോളോമൈറ്റ് ആവാം, കുമ്മായമാവാം, കക്കാപ്പൊടി ആവാം, ഇത്തരത്തിലുള്ള കുമ്മായ വസ്തുക്കളാണ്. എന്നാൽ ബാക്ടീരിയകൾക്ക് തന്നെ മണ്ണിൻ്റെ pHനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൂടാതെ മണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെ കൃത്യമായ അളവിൽ ചെടിയിലേക്ക് എത്തിക്കുന്നത് പലതരത്തിലുള്ള ബാക്ടീരിയയുടെ ഫങ്ഷൻ വളരെ വലുതാണ്. അത്തരത്തിലുള്ള ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ മണ്ണിൽ കൂട്ടിയെടുക്കുവാനായിട്ട് സാധിപ്പിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഫെർട്ടിലൈസറാണ് പ്രീമിയം. ഇതൊരു ഫെർട്ടിലൈസർ എന്ന് പറയാൻ കഴിയില്ല, ഇതൊരു ബാക്ടീരിയൽ കൺസോഷ്യമാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ പഞ്ചഗവ്യം, ജീവാമൃതം, ഹരിത കഷായം പോലെയുള്ള കൺസോഷ്യങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ കൂട്ടിനെ നമ്മൾ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ വളരെ ബിസി ലൈഫിൽ ഇതൊന്നും സാധ്യമാകുന്നില്ല. അല്ലെ പലരുടെ വീട്ടിൽ പശുക്കളുടെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും അത്തരം ബാക്ടീരിയാസിൻ്റെ ഒരു പ്രവർത്തനത്തെ കൃത്യമായിട്ട് മണ്ണിലേക്ക് ലഭ്യമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഒരു ബാക്ടീരിയൽ കൺസോർഷ്യം പ്രീമിയമാണ്. ഈ പ്രീമിയത്തിനകത്ത് 50 തരം ബെനിഫിഷ്യൽ ബാക്ടീരിയാസിൻ്റെ ഒരു കൂട്ടാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ 3 വർഷം വെച്ച് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ, പൊട്ടാസ്യം ഫിക്സേഷൻ ബാക്ടീരിയ, ഫോസ്ഫറസ് ഫിക്സേഷൻ ബാക്ടീരിയ, അതുകൂടാതെ രോഗകാരികളെ ഇല്ലാതാക്കുന്നതിനുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസ്, ഇത്തരത്തിലുള്ള ഒരുപാട് നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ ഒരു കൺസോർഷ്യമാണ്. നിങ്ങൾ വളം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും മണ്ണിലേക്ക് 5 ml per ലിറ്റർ എന്ന രീതിയിലേക്ക് കലക്കി മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം മണ്ണിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എല്ലാ കർഷകരും ചെയ്യേണ്ട കൃഷിയുടെ ഒരു അടിസ്ഥാന പ്രയോഗമാണ്. താങ്ക് യു. ഈ ഷോപ്പിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ്റേതായ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഒരു കർഷകർക്ക് കൃഷിയിടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ജലസേചന സംവിധാനങ്ങൾ സജ്ജീകരിച്ച് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്സസറീസും ലഭ്യമാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ ആവശ്യമായിട്ടുള്ള സ്പ്രിംഗ്ലറുകൾ, ഡ്രിപ്പ് ഇറിഗേഷൻ മെറ്റീരിയൽസ് എന്നിവയെല്ലാം നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ്റേതായ സാധനങ്ങളാണ്. ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ സജ്ജീകരിച്ച് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ മെറ്റീരിയലുകൾ സെയിലിനായിട്ട് ഉണ്ട് തന്നെ. ചെറുതേനീച്ച കോളനിയാണ് ഇത്. സാധാരണ പുറത്ത് മേടിക്കാൻ കിട്ടുന്ന ഒരു കോളനി അല്ല. ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു കൂടാണ്. ഇതിൻ്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഇതൊരു 2 ലെയറിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കൂടാണ്. ഇത് തേക്കും തടിയിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇതിനെ കുഷ്യനിങ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രൂഡ് ചേമ്പറായിട്ടും ഇത് ഹണി ചേമ്പറായിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ചൂട് കൂടുതൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ കുഷ്യനിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലൈവ് കൂടുകൾ നമ്മൾ നമ്മുടെ ഫാമിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും. ഇത്തരം കാലിക്കൂടുകളും നമ്മൾക്ക് വിൽപ്പനയ്ക്കായിട്ട് അവൈലബിൾ ആണ്. അപ്ടെക് കമ്പനിയുടേതായ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾക്ക് സ്റ്റോക്കുണ്ട്. ഇപ്പം സാധാരണ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക് പോലെയുള്ള പ്രോഡക്റ്റുകളും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്ടെക്കിൻ്റേതായ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ സ്പ്രയറുകൾ, അഗ്രികൾച്ചർ ടൂളുകൾ, ഇവയെല്ലാം തന്നെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കാർഷികേതരമായ എന്ത് പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാനായിട്ട് പുനർജനി എപ്പോഴും സജ്ജമാണ്.
നിങ്ങൾക്ക് കൃഷിതരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ കൃഷിയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ പരിഹരിച്ച് തരുന്നതായിരിക്കും. നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മളൊരു കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പുനർജനിക്ക് മികച്ച ഒരു ഗ്രൂപ്പ് തന്നെ അതിൻ്റെ പിന്നാമ്പുറത്ത് കൺസൾട്ടിങ് വർക്കിനായിട്ട്, അതായത് കാർഷികേതര അഡ്വൈസുകൾ നൽകുന്നതിനായിട്ട് നിലവിലുണ്ട്. അതുപോലെ ഫാം ഡെവലപ്പ് ചെയ്യണം എന്ന ഒരാഗ്രഹമുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരാഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളുടെ പുരയിടം വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ നൽകി ആ പുരയിടത്തെ നല്ല ഒരു മികച്ച ഉൽപ്പാദനത്തിലേക്ക് എത്തിച്ചു തരുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പുനർജനി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. ഇത് മാത്രവുമല്ല, ഈ ഷോപ്പിലുള്ള ഏത് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണോ അത് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കൊറിയർ സംവിധാനവും നമ്മൾക്ക് നിലവിലുണ്ട്. കാർഷികേതരമായ എല്ലാ ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകൾ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോ ബാഗുകൾ, ചട്ടികൾ, സ്പ്രിംഗ്ലർ സിസ്റ്റം, ഇറിഗേഷൻ സിസ്റ്റംസ്, വളങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഷോപ്പിൽ വിൽക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും, ഇപ്പം വളമായിക്കോട്ടെ, കീടനാശിനികളായിക്കോട്ടെ, മറ്റേതെങ്കിലും ഡിവൈസുകളായിക്കോട്ടെ, ഇതെല്ലാം നമ്മളുടെ കൃഷിയിടത്തിൽ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷം മാത്രമാണ് കർഷകരിലേക്ക് അത് എത്തിക്കുന്നത്. കാരണം കർഷകർ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല. ഞാനും ഒരു കർഷകനാണ്. എനിക്ക് പലതരത്തിലുള്ള അവാർഡുകൾ മേടിച്ച, ഒരുപാട് ഏരിയയിൽ കൃഷി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു കർഷകൻ എന്നുള്ള നിലയിലാണ് ഞാനത് ആ ഒരു നിഗമനത്തിലെത്തിയതും അത് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നതും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ഒരു ചെറിയ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളുടെ എല്ലാ വീടുകളിലും ഫ്രൂട്ട് പ്ലാന്റുകൾ വയ്ക്കുന്നുണ്ടാവും. ആ ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മളുടെ കൺട്രോളിലല്ല എങ്കിൽ അത് നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധ്യമാകില്ല. ഇത് ഏകദേശം 6 വർഷം പ്രായമുള്ള ഒരു പേരമരമാണ്. ഞാൻ ഈ പേരമരത്തെ നേരെ മേലോട്ട് വിട്ട് കഴിഞ്ഞിരുന്നു എങ്കിൽ ഈ പേരമരത്തിൽ നിന്നുള്ളൊരു ഉൽപ്പാദനം എനിക്കത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധ്യമാകില്ല. അതിനാണ് പ്രൂണിങ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ അവലംബിക്കേണ്ടത്. പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് നമ്മളുടെ കൺട്രോളിൽ കൺട്രോളിൽ നിർത്താൻ കഴിയാത്ത കമ്പുകളെ, മെയിൻ സ്റ്റമ്പിനെ വെട്ടിമാറ്റിയതിന് ശേഷം ഈ ചെടിയെ സൈഡിലേക്ക് ബ്രാഞ്ചുകൾ എടുപ്പിച്ച് എത്രമാത്രം ഏരിയയിലേക്ക് വൈഡ് ചെയ്യിപ്പിച്ച് വളർത്താൻ കഴിയുമോ ആ ഒരു സിസ്റ്റമാണ് നമ്മൾക്ക് കൃത്യമായ ഒരു ഉൽപ്പാദന ലഭ്യത ഒരു ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം, ഏകദേശം 500-ൽ പരം പേരയ്ക്കകൾ ഇപ്പോൾ തന്നെ പിടിച്ചു കിടക്കുന്നു. ഇതെല്ലാം എനിക്ക് പിച്ചിയെടുക്കാൻ ഈസി ആയിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇത് പിച്ചി നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലഭ്യത നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. നമ്മളുടെ ആ ഒരു ക്വാളിറ്റി നിലനിർത്താൻ കഴിയും. ഏതെങ്കിലും തരത്തിലുള്ള കീടബാധ ഉണ്ടെങ്കിൽ അതിനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഉൽപ്പാദനം 100% നമുക്ക് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിന് ഞാൻ കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും ജൈവവളമാണ്. നിങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയ നമ്മുടെ ഷോപ്പിലുള്ള വളങ്ങൾ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്, ഇതിൻ്റെ മൂട് ഈ ഷീറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഡോളോമൈറ്റ് 200 ഗ്രാം ഡോളോമൈറ്റ് മൂട്ടിൽ കൊടുത്തതിന് ശേഷം 50 ഗ്രാം ഭൂമി പവർ, അതിനുശേഷം പ്രോം എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ, ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ, അതായത് ഓർഗാനിക്കൽ ഫോം ചെയ്ത ഫോസ്ഫറസിൻ്റേതായ ഒരു വളം മൂട്ടിൽ 250 ഗ്രാമും പൊട്ടാഷ്യം 300 ഗ്രാമും കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു വളപ്രയോഗ രീതി. ഫ്ലവറിങ്ങിൻ്റെ സമയത്തിന് മുമ്പ് ബ്ലൂം എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ 3 ml/ലിറ്റർ എന്ന അളവിൽ സ്പ്രേയും കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. മികച്ച ഉൽപ്പാദനവും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും ടേസ്റ്റിലുമുള്ള ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു വളപ്രയോഗ രീതി കൊണ്ട് സാധ്യമാകുന്നു എന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെയുള്ള സർവ്വ ചെടികളും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. അതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ഷൈനിങ്ങും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞ വളപ്രയോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫെർട്ടിലൈസറുകൾ, ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ വീടുകളിൽ നമ്മളത് എത്തിച്ചു തരുന്നതിനുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കും. കൊറിയർ വഴി നിങ്ങൾക്ക് ആ വളങ്ങളെല്ലാം തന്നെ, ഉദാഹരണത്തിന് ഭൂമി പവർ, റൂട്ട് ഗാർഡ്, ഗ്രോ, നൈട്രോ കിങ്, ഇത്തരത്തിലുള്ള ഏത് വളങ്ങളോ നിങ്ങൾക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചേരും. കൊറിയർ ചാർജ് മാത്രമാണ് അതിന് അഡീഷണലായിട്ട് നിങ്ങൾക്ക് ചിലവാകുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. സാധാരണ നമ്മൾ കേരളത്തിൽ മല്ലിക എന്ന് പറയുന്ന മാവ് വളരെ കുറച്ച് മാത്രമേ കായ്ക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ വളരെ മികച്ച രീതിയിൽ മല്ലിക കായ്ക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവാം. ഇവിടെ 2 പ്ലാന്റുകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ 2 പ്ലാന്റിലും നന്നായിട്ട് കായ്ച്ച് കിടക്കുന്നുണ്ട്. ഇത് അടുത്ത പ്ലാന്റ് ഇവിടെ ഉണ്ട്, അതിനകത്ത് ശരിക്കും കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണമായത് നമ്മളുടെ വളപ്രയോഗ രീതികൾ തന്നെയാണ്. ഈ വളപ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് ഏത് പ്ലാന്റിനെയും മികച്ച ക്വാളിറ്റിയിലേക്ക് ഒരു ഉൽപ്പാദനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധ്യമാകും. ഈ കവറിട്ട് നിർത്തിയിരിക്കുന്നത് എല്ലാം തന്നെ മല്ലികയാണ്. ഇതിനകത്ത് ശരിക്കും മാങ്ങ പിടിച്ച് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ ഈ വീഡിയോ കൂടെ സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ മാങ്ങകൾ ശരിക്ക് പിടിച്ചിട്ടുണ്ട്. ഇത് മല്ലിക എന്ന് പറയുന്ന ഇനമാണ്. ആ വലിയ മാങ്ങ നോക്കുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും, അറിയാവുന്നവർക്ക്. ഇത് 2.5 വർഷം മാത്രം പ്രായമുള്ള വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന പ്ലാവാണ്. ഇതിൽ ഇപ്രാവശ്യമാണ് ചക്ക പിടിച്ചത്. ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഒരു 15ഓളം ചക്ക ഉണ്ടായിരുന്നു. ഇവിടെ നിന്നെല്ലാം നമ്മൾ അടത്തി മാറ്റിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ആദ്യം കൊടുത്തത് ഭൂമി പവറാണ്. 100 ഗ്രാം ഭൂമി പവർ റൂട്ട് ഗാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പ്ലാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വാട്ടരോഗം അല്ലെങ്കിൽ വാടിപ്പോവുക, ഇല കൊഴിഞ്ഞു പോവുക, വാടിപ്പോവുക, ഫംഗസ് രോഗം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് റൂട്ട് ഗാർഡ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് നമ്മൾ 50 ഗ്രാം മൂട്ടിൽ കൊടുത്തു. അതിനുശേഷം പൊട്ടാഷ് എന്ന് പറയുന്ന ഫോസ്ഫറസിൻ്റെയും പൊട്ടാഷിൻ്റെയും വളം കൊടുത്തു. പിന്നെ ഫ്ലവറിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റിയെ കൂട്ടുന്നതിന് ആവശ്യമായിട്ട് ബ്ലൂം എന്ന് പറയുന്ന ഫെർട്ടിലൈസറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ആൾക്കാർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളപ്രയോഗ രീതിയാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു ജോലിക്കാരൻ്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല. കാരണം ചെറിയ കുഴികളെടുത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും. വലിയ തടങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നോക്കാം, ഇതിന് തടം പോലും ഇല്ലാതെ നിങ്ങൾക്ക് ചെറിയ കുഴികളെടുത്ത് ഇത് ഇട്ട് കൊടുക്കാം. ഒരു ബക്കറ്റിലേക്ക് കലക്കി മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ലേഡീസിന് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളപ്രയോഗ രീതി കൊണ്ട് നമുക്ക് ഏത് ഫ്രൂട്ട് പ്ലാന്റിനെയും നന്നായിട്ട് കായ്പിച്ചെടുക്കാൻ സാധ്യമാകും. ഇതെൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു വിയറ്റ്നാം സൂപ്പർ എയർലിയാണ്. ഇത് 4.5 വർഷം പ്രായമുള്ള ഒരു പ്ലാന്റാണ്. ഇത് എത്രമാത്രം ചക്ക ഞാൻ അടത്തിയെടുത്തതിന് ശേഷം എത്ര ചക്ക നിൽക്കുന്നു എന്നുള്ളത് നോക്കൂ. ഏകദേശം ഒരു 10-40 ചക്ക ഇപ്പോൾ തന്നെ ഇതിനകത്ത് പല കമ്പുകളിലായിട്ട് നിൽപ്പുണ്ട്. അതെ, ഒരു 10-20ഓളം ചക്ക ഞാൻ ഇതിൽ നിന്ന് വെട്ടി നമ്മുടെ ഷോപ്പ് വഴി വിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ചെറിയ പ്ലാന്റിൽ ഇത്രയും ഉൽപ്പാദനം നമ്മുടെ വളപ്രയോഗത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ജസ്റ്റ് ഒന്ന് കാട്ടിത്തന്നു എന്ന് മാത്രം. നമ്മൾ ചക്ക ഏത് വളപ്രയോഗം ചെയ്യുമ്പോഴും ഉണ്ടാവും. പക്ഷേ നല്ല ക്വാളിറ്റിയോട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിനോട് കൂടി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോഴാണ് അതൊരു മികച്ച ചക്കയായി മാറുന്നത്. ഇത് 3 വർഷം പ്രായമുള്ള ഒരു കർപ്പൂര മാവാണ്. നമ്മളുടെ കാലാവസ്ഥയിൽ ആദ്യം തന്നെ കായ്ക്കുന്ന ഒരു മാവിനമാണ് കർപ്പൂരം. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല വിലയുള്ള ഒരു ഇനമാണ്. ഈ കർപ്പൂര മാവിനെ പോലും ഇത് നാടൻ വെറൈറ്റി ആണെങ്കിൽ പോലും ഇതിനെ നമുക്ക് പ്രൂണിങ്ങിലൂടെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ വളർച്ചയെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ബുഷായിട്ട് നിർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൽ തന്നെ ഏകദേശം എത്രമാത്രം മാങ്ങയുണ്ടെന്ന് നിങ്ങൾ നോക്കൂ. ഇവിടെ എല്ലാ കമ്പുകളിലും മാങ്ങ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നോക്കി, ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം മാങ്ങകളാണ്. ഇതിലെല്ലാം മാങ്ങകളായി വരുന്നുണ്ട്. ഇവിടെ എല്ലാം മാങ്ങകളായി വരുന്നുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയ കാലിക്കൂടിൻ്റെ ഒരു ചെറു തേനീച്ചയുടെ കോളനിയാണ്. ഇത് നമ്മളിവിടെ തന്നെ ചെയ്തെടുത്ത ഒരു കോളനിയാണ്. ഇതിൽ ഒരു കർഷകരെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം എങ്ങനെ തേനെടുക്കാം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഇതിനെ 2 ഉറകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈച്ചയെ ട്രെയിൻ ചെയ്ത് ഇവിടെ മാത്രം തേൻ നിറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സീസൺ ആകുമ്പോൾ ഈ പ്ലാസ്റ്റിക്, ഇതിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക്കിനെ ഇളക്കി മാറ്റി തേനുള്ള അറ മാത്രം കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഈ തേനീച്ച കൃഷി സംവിധാനം കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ തേൻ നിറച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത മാസത്തോടുകൂടി ഇതിനകത്തേക്ക് ഫുള്ളാവുകയും ഈ തേൻ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കോളനികളും ഇത്തരത്തിലുള്ള
ചെറു തേനും ആവശ്യമുള്ളവർക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നേരിട്ട് വേണമെങ്കിലും കൂട്ടിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുക്കും. അല്ല കോളനി ആയിട്ടാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം പറയുന്ന പക്ഷം കോളനി ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ലഭ്യമാകുന്നതുമായിരിക്കും. ഇത് R2E2 എന്ന് പറയുന്ന ഒരു മാവിനമാണ്. ഈ വൻ വൃക്ഷങ്ങൾ പോലും നമ്മൾക്ക് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് നമ്മുടെ ഡ്രമ്മുകളിൽ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മളുടെ വളപ്രയോഗ രീതികൾ അവലംബിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരുകയും ഒരു ഉൽപ്പാദനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും സാധ്യമാകും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏത് അഡ്വൈസുകൾ ആവശ്യമാണെങ്കിലും നമ്മളുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക. ഇത് നമ്മുടെ ഒരു ചെറിയ ചീരകൃഷി തോട്ടമാണ്. നമ്മൾ മെയിനായിട്ട് ചീരകൃഷി ചെയ്യുന്നത് അപ്പുറത്താണ്. ഇവിടെ റെയിൻ ഷെൽട്ടർ ഉണ്ടായിരുന്നു. ആ റെയിൻ ഷെൽട്ടറിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഏരിയയിലേക്ക് ചീര ഒരു വെറൈറ്റി മാത്രം ചെയ്തു നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ നിങ്ങളെ കാണിക്കുന്നതാണ്. നിങ്ങളുടേതായ കൃഷികൾ അത് ചെറുതായാലും വലുതായാലും എന്ത് തരം കാർഷികേതര പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ നമുക്ക് തരാൻ കഴിയും. അത്തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുനർജനിയുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ നമ്പർ എന്തായാലും ഇവിടെ കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും ബന്ധപ്പെടുക. ഹായ്, ഞാൻ ദീപ, ഗുരുദേവ സെൻട്രൽ സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ മിക്കവാറും ഇവിടെ വരാറുണ്ട്. ഇവിടുന്ന് ഇന്ന് പർച്ചേസ് ചെയ്തത് ചീര, മുരിങ്ങ, തക്കാളി, ഏത്തയ്ക്ക, മിക്കവാറും ആഴ്ചയിലൊരിക്കൽ എപ്പോഴും വരാറുണ്ട്. വഴുതനങ്ങ, ഏത്തയ്ക്ക എല്ലാം നാടൻ സാധനങ്ങളാണ്. അത് മാത്രമല്ല, ഞാനിവിടുന്ന് മാവ്, ലാവ്, ഈ തൈകൾ, പച്ചക്കറി തൈകൾ മിക്കവാറും വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അതെല്ലാം വീട്ടിൽ പിടിച്ചെനിക്ക് കിട്ടിയിട്ടുമുണ്ട്. തൈകൾക്ക് 3 രൂപ, ഒരെണ്ണത്തിന് 3 രൂപ വെച്ചാണ്. ആമരത്തൈ കിട്ടിയിട്ടുണ്ട്. ക്യാബേജ് വീട്ടിൽ ഇപ്പം 3 എണ്ണം കിളിച്ചിരിക്കുന്നുണ്ട്. തക്കാളി ഉണ്ട്. കോവൽ ഇവിടുന്നല്ല, കോവൽ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ. നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് വിശ്വാസമാണ്. നാടൻ സാധനങ്ങൾ. അപ്പോൾ പുനർജനി എന്നുള്ള പേര് നമുക്കറിയാമല്ലോ. നാടൻ സാധനങ്ങൾ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. നമ്മൾ കേൾക്കുന്നത് മൊത്തം മായങ്ങളാണ്, ഫെർട്ടിലൈസറും അങ്ങനത്തെ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. നാടൻ സാധനങ്ങൾ നമുക്ക് കാണാം. അവിടെ കൃഷി ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നതും അവിടെ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഏത്തയ്ക്കായാലും നമ്മൾ വീട്ടിൽ പാളയം തുറമ്പഴം എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഏത്തയ്ക്കയാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഞാൻ ഏത്തയ്ക്ക വാങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങാറുണ്ട് ഞാൻ. ഇവിടുത്തെ വെളിച്ചെണ്ണയാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണയാണ്. നല്ല വെളിച്ചെണ്ണ വേണേൽ അല്ലാതെ കുടിക്കുക വരെ ചെയ്യാമെന്നാണ് ഇന്നത്തെ സാർ പറഞ്ഞത്. വീട്ടമ്മമാരോട് പറഞ്ഞത് പ്രകൃതിയായുള്ള ശുദ്ധമായ സാധനങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഇവിടെ വന്നാൽ എന്ന് പറഞ്ഞാൽ പെരുമ്പഴ ഏരിയയിൽ വന്നാൽ നിങ്ങൾക്ക് വാങ്ങാം. അതല്ല എവിടുന്നായാലും ശുദ്ധമായ സാധനങ്ങൾ കഴിക്കുക. ഇത് നമ്മളുടെ റോയി എന്ന് പറയുന്ന കർഷകൻ്റെ ഇന്നത്തെ സമ്പാദ്യമാണ്. സമ്പാദ്യം എന്ന് പറയുന്നത് ഇതേപോലുള്ള കർഷകരാണ് ഈ കടയുടെ അഭിമാനവും നമ്മളുടെ പ്രചോദനവും. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കോഴിയുടെ മുട്ട, ഇതേപോലെയുള്ള കർഷകരുടെ പല സാധനങ്ങളാണ് നമുക്ക് ഈ ചുറ്റുവട്ടത്തും കാണാൻ കഴിയുന്നത്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അത് കൃത്യമായ തുകകൾ കൊടുത്ത് കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഈ കടയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇദ്ദേഹത്തിൻ്റെ മുട്ട നമുക്ക് കച്ചവടത്തിനായിട്ട് വയ്ക്കാം. എൻ്റെ പേര് റെക്കാർഡിക്കൽ പേര് തോമസ് ഡാനിയൽ എന്നാണ്. റോയി എന്നാണ് അറിയപ്പെടുന്നത്. ഈ എക്കോ ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വിശ്വസനീയവും 100% സത്യസന്ധവുമായ സാധനങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. പൊടി കുഞ്ഞു തൊട്ട് പ്രായമായവർക്ക് വരെ ഒരു അപായവും ഇല്ലാത്ത രീതിയിൽ ഭക്ഷിക്കാവുന്ന ഭക്ഷ്യസാധനങ്ങളും പിന്നെ മറ്റ് എല്ലാ ഘടകങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനാണെങ്കിൽ കോഴിയെ വളർത്തുന്ന ഒരു ചെറുകിട കർഷകനാണ്. നമ്മുടെ മുട്ട ദിവസവും വൈകിട്ട് നമ്മൾ ഇവിടെ ആണ് കൊണ്ടുവരുന്നത്. മുട്ടയ്ക്ക് യാതൊരു പഴക്കവും കേടും ഇല്ലാത്ത മുട്ടയാണ്. നമുക്ക് മാന്യമായിട്ടുള്ള വില ഈ ഷോപ്പിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് അതിൽ വളരെ സന്തോഷം ഉളവാക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പച്ചക്കറി കൃഷികളും ഞങ്ങളുടേതായ രീതിയിൽ നാടൻ സാധനങ്ങൾ തന്നെ യാതൊരു വിധമായ രാസവളങ്ങളോ കീടനാശിനികളോ ചെയ്യാതെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഭൂരിഭാഗവും ചെയ്യുന്നത്. സ്വന്തം അമ്മച്ചിയാണ്. കൊല്ലം ഇരവിപുരത്ത് നിന്ന് വരികയാണ് ഈ കട തിരക്കി. നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയാണ്. നമ്മൾ ചിലപ്പോൾ കൊറിയർ അയച്ചു കൊടുക്കും. നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന സമയത്താണെങ്കിൽ കൊല്ലത്തേക്ക് എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അമ്മച്ചിയുടേതായ ഒരുപാട് ബന്ധുക്കളെ നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇന്ന് താണ്ടെ തിരുവനന്തപുരത്തുള്ള അനിയത്തിയുടെ കൂടെ നമ്മുടെ ഷോപ്പിൽ സാധനം മേടിക്കാനായിട്ട് എത്തിയതാണ്. നമ്മുടെ ഷോപ്പിനെ പറ്റി ചെങ്ങന്നൂന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിനെ പറ്റി അമ്മച്ചിയുടെ അഭിപ്രായം എന്താ? സാധനങ്ങളൊക്കെ കൊള്ളാം. എന്തുകൊണ്ടാണ് ഇത്ര ദൂരമുള്ള ഈ ഷോപ്പിൽ വരുന്നത്? അത് ഞാൻ ഈ ഗ്രീൻ സിഗ്നേച്ചറിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഞാൻ ഓർഗാനിക് സാധനം വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരും. ഓർഗാനിക് പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യാറ്? വെണ്ടയ്ക്ക, പയറ്, ചീര, പിന്നെ പഴം, ഏത്തപ്പഴം ഇതെല്ലാം പർച്ചേസ് ചെയ്യാറുണ്ട്. ക്വാളിറ്റി എങ്ങനെയുണ്ട് പ്രോഡക്ട്സിന്റെ? നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒത്തിരി നാളായിട്ട് ഇവിടുന്ന് തന്നെ എടുക്കുന്നത് സാധനങ്ങൾ. പ്രൈസിന്റെ കാര്യം എങ്ങനെയാണ്? റീസണബിൾ ആണോ? ആണ്. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലകളാണ്. ആണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് വന്ന് സാധനങ്ങൾ എടുക്കുന്നത്. പിന്നെ ഇവിടെ കസ്റ്റമർ സർവീസ് ആണ് എടുത്തു പറയേണ്ട കാര്യം എടുത്തു പറയുന്നത് അല്ലേ? എല്ലാ സപ്പോർട്ടാണ് അവർ അല്ലേ? ആണ്.